ഇന്ന് രാവിലെ എനിക്കൊരു 10 മിനിറ്റ് മുമ്പ് ഒരു കോൾ വന്നു. എനിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണെങ്കിലും 5 മിനിറ്റ് കൊണ്ട് ഞാൻ സ്ഥലത്തെത്തി നോക്കിയപ്പോൾ കണ്ടൊരു കാഴ്ചയാണ്. 5 മിനിറ്റ് കൊണ്ട് കണ്ണു പോലും തുറക്കാത്ത 3 നായ്ക്കുട്ടികളെ ഏതൊരു നായിൻ്റെ മൻ റോട്ടിൽ കൊണ്ട് വിട്ടിട്ട് പോയിരിക്കുന്നു പറഞ്ഞു. എന്നെ അറിയുന്ന ഒരാളെന്നെ വിളിച്ചത്. എനിക്കിങ്ങനെ പട്ടികളെ റോട്ടിൽ കാണുന്ന സാധനങ്ങളെ പട്ടിയും പൂച്ചേനെയൊക്കെ വീടിക്കൊണ്ടുവരുന്ന ശീലമുണ്ട്. ഞാനെ കൊണ്ട് വളർത്തും. അപ്പോൾ ഇനി കൊണ്ടുവന്ന മുട്ടകളെല്ലാം പിടിക്കും. അമ്മ പറഞ്ഞു, നിനക്ക് ചോറ് ഇല്ല, വേണമെങ്കിൽ അവർക്ക് ചോറ് കൊടുക്കാമെന്ന് പറഞ്ഞു. ആ ഒരു സിറ്റുവേഷനിലും ഈ കണ്ണുപോലും കാണാത്ത കുട്ടികളല്ലേ വീട്ടിൽ കൊണ്ടുവന്ന് ഒന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് ആർക്കെങ്കിലും അഡോപ്ഷൻ കൊടുക്കാമെന്ന് ആ ഒരു മൈൻഡിലാണ് ഞാൻ പോയത്. പോയി നോക്കിയപ്പോൾ കണ്ട കാഴ്ചയാണിത്. 3 കണ്ണുറക്ക നായ്ക്കുട്ടികളും വണ്ടി കയറി അരഞ്ഞ് ഉള്ളിലുള്ളൊക്കെ വെളി വന്ന് കിടക്കുന്ന സിറ്റുവേഷൻ. തലയ്ക്ക് കൂടെയൊക്കെ കയറി മൊത്തം കംപ്ലീറ്റ് കിടക്കുന്ന സിറ്റുവേഷൻ ആയിരുന്നു. അപ്പോൾ ഈ മനുഷ്യനെ മറ്റ് ജീവികളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ഒരു ഡെവലപ്ഡ് ബ്രെയിനാണ്. ഈ ഡെവലപ്ഡ് ബ്രെയിൻ അല്ലെങ്കിൽ ഈ ബ്രെയിൻ ഡെവലപ്ഡ് ആയിന്ന് പോലും മനസ്സിലാവാതെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന 2 കാലിൽ നടക്കുന്ന നായ്ക്കൾ അല്ലെങ്കിൽ നായിൻ്റെ മക്കൾ. നിങ്ങൾ ഇനി ഒരു കാര്യം ചിന്തിക്കുക, അതൊരു ജീവനാണ്. നിങ്ങൾക്ക് നോക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ വളർത്തണ്ട. അല്ലെങ്കിൽ നിങ്ങൾ അതിൻ്റെ അമ്മനെ പിടിച്ച് സ്റ്റെറിലൈസ് ചെയ്ത് വിടുക. അല്ലെങ്കിൽ ആൺപട്ടികളാണെങ്കിൽ അതിനെ സ്റ്റെറിലൈസ് ചെയ്ത് വിടുക. നിങ്ങൾ ഈ ആര് വളർത്തും, ആര് ചോറ് കൊടുക്കും? മറ്റേ ഈ കണ്ണുപോലും തുറക്കാത്ത നായ്ക്കുട്ടികളെ റോട്ടിൽ കൊണ്ടുവന്നേ നിങ്ങൾ വളർത്തിക്കോ. ആരാൻ്റെ വീട്ടിൽ ചോറ് കണ്ടിട്ടാണ് നിങ്ങളുടെ വീട്ടിൽ പട്ടി വളർത്തുക? അല്ല, നിങ്ങളുടെ വീട്ടിൽ ചോറുണ്ടെങ്കിൽ നിങ്ങൾ വളർത്തുക. നിങ്ങൾക്ക് നോക്കാൻ പറ്റിയാണ് വളർത്തുക. ഈ പ്രസവിച്ച കുട്ടികളെ റോട്ടിൽ കൊണ്ടുവിടും. എന്നിട്ട് ഇതിൽ വണ്ടി കയറി കിടക്കുമ്പോൾ മനസ്സ് അല്ലെങ്കിൽ വികാരമുള്ള മനുഷ്യർ ഇത് കാണുമ്പോൾ അവർക്ക് ഇത്തിരി വേദനിക്കും, അവർക്കത് വിഷമമാവും. ഒന്നും ചെയ്യാൻ പറ്റാത്ത നിസ്സഹായ അവസ്ഥയാണ്. എത്ര പട്ടിക്കുട്ടികളെ വീട്ടിൽ കൊണ്ട് വളർത്താൻ പറ്റും? എല്ലാത്തിനും ലിമിറ്റേഷൻസ് ഇല്ലേ? അപ്പോൾ ഇനി വരുന്ന തലമുറയെങ്കിലും നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ വളർത്തിയാൽ മതി. അല്ലെങ്കിൽ പരിപാടി ചെയ്യാൻ നിൽക്കണ്ട. പിന്നീട് താഴെ വന്ന് പട്ടികൾക്ക് വേണ്ടി ഇത്രയൊക്കെ സംസാരിക്കണം. പിന്നെ ഇവൻ്റെ വീട്ടിൽ നാളെ തൊട്ട് എല്ലാ പട്ടിയും കൊണ്ട് വിടാമെന്ന് പറഞ്ഞാൽ കൊണച്ച കമൻറ്റും കൊണ്ട് വരികയാണെങ്കിൽ അത് നിൻ്റെ അപ്പൻ്റെ വീട്ടിൽ കൊണ്ട് വിടാമെന്ന് ഞാനും പറയും. ഞാൻ റിപ്ലൈ തരാം. അപ്പോൾ നിങ്ങൾ ഇനിയെങ്കിലും ഒന്ന് ആലോചിച്ച് കണ്ടൊക്കെ ചെയ്യുക.